ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായെന്നറിയോ? ഇന്ന് കുരുമുളക് പറിക്കുന്ന ഒരു ദിവസമായിനെ. രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും എണീറ്റ് വരുമ്പോഴാണ് ഉമ്മയും വാപ്പയും കൂടി താഴത്തുനിന്ന് ചർച്ച ചെയ്യാണ് കേട്ടോ, കുരുമുളക് പറിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് തന്നെ പറിച്ചാൽ എന്താന്ന് അങ്ങനെ ഇറങ്ങിയതാണേ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. വലിയ പ്രൊഫഷണൽ കുരുമുളക് പറിക്കാരെ മാതിരി കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ. അത് വിചാരിച്ചാണ് ഞങ്ങളും ഇറങ്ങിയത്. ഇത് പണി ഓരോരുത്തർ വന്നിങ്ങനെ കുരുമുളക് പറിക്കുന്നതൊക്കെ കാണുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തോന്നൂലേ? ഇങ്ങനെ നിന്ന് പറിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലായത്. ചില മരത്തിൽ നിറയെ ഉറുമ്പായിരുന്നു, അല്ലാത്ത ഭാഗത്തൊക്കെ ഭയങ്കര വെയിലും. നമുക്കാണെങ്കിൽ കൈകൊണ്ട് എത്തുന്നത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എല്ലാം കസേരയോ കോണിയൊക്കെ വെച്ച് മുകളിൽ കയറിയാലേ എത്തൂ എന്നുള്ളൊരു രീതിയിലാണ് നിന്നത്. ഞങ്ങൾ പിന്നെ കൈകൊണ്ട് എത്തുന്നതൊക്കെ നിന്നും കിടന്നും ഒക്കെ പറിച്ചെടുക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ വലിയൊരു പണിയും കിട്ടിയിട്ടോ. ഈ മരം കണ്ടോ, ഇത് മുള്ളുമുരിക്കാണ്. ഇതൊന്നും അറിയാണ്ട് ഞങ്ങളതിൽ കെട്ടിപ്പിടിച്ചിരുന്നാണ് കുരുമുളക് പറിച്ചത്. മൊത്തം സൂചി കുത്തുപോലെ അതിൻ്റെ മുള്ള് കയറി പിടിച്ച്. പക്ഷെ ഇതിലൊന്നും തളരാണ്ട് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ പറക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പുറത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു തരാമെന്ന് ഇതിൻ്റെ മുതലാളി ഞങ്ങൾക്ക് ഓഫർ തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് പറിക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ചിരിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. വെറുതെ കുരുമുളക് പറിക്കുകയായിരുന്നില്ല, ഇതിനപ്പുറം ഞങ്ങൾക്ക് കുറേ പണികളും കിട്ടി കേട്ടോ. ചെറുതായിട്ടൊന്ന് കസേര പൊട്ടിയിട്ടല്ലോ, വേറെ ഒന്നും സംഭവിച്ചു. അരെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഓരോന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുത്തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മുതലാളീൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് ക്ഷീണം വരാൻ പാടില്ലല്ലോ, അത് വിചാരിച്ചായിരിക്കും. താഴെയുള്ളതൊക്കെ ഒരുവിധം പറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കോണി വെച്ച് കയറി. പക്ഷേ കോണിയിൽ എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ, ഞാൻ 2-3 സ്റ്റെപ്പേ കയറും. ബാക്കി കയറിയാൽ പിന്നെ ഞാൻ കൈ വിടാണ്ട് അവിടെ തന്നെ അള്ളി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചേ കയറിയുള്ളൂ കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറി എനിക്ക് എത്തുന്നത് മാത്രം ഞാൻ ഒടിച്ചെടുത്ത്. അടിയിൽ തീയിട്ട് അൽഫാം ഉണ്ടാക്കുക. ഏകദേശം ഞങ്ങളെ ഗ്യാസ് തീരാനായി തോന്നിയൊരു ഉമ്മയും കൂടി രംഗത്തിറങ്ങിയ കേട്ടോ. ഈ വളയിട്ട കൈകൾ എൻ്റെ മമ്മീജീൻ്റെ ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജെൻസി കൊച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുടിച്ചിട്ട് മാത്രമുള്ള ഈ സർബത്തിൻ്റെ പേര്, നമ്മളെ നന്നാറി വേരില്ലേ, അതാണ് ഇത് ഞാൻ പറിച്ചെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വേരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. നമ്മളെ വിശ്രമ സമയം ആനന്ദകരമാക്കാനും പിന്നെ നമുക്ക് എനർജി കിട്ടാനും വേണ്ടിയിട്ട് ഇളന്നിയൊക്കെ ആയിട്ട് ഉമ്മ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എത്ര എനർജി കയറ്റി തന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ സ്ലോ ആയി. 2 മരത്തിൽ പറിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ പിന്നെ ഒരുമിച്ചായിട്ടോ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ. പക്ഷെ ഒരുവിധം ഞങ്ങൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് കുറേയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത്. ഏകദേശം ഈ കുരുമുളക് 60% ഞങ്ങൾ പറിച്ചെടുത്തിട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് പെറുക്കിയെടുക്കുക വീഴുമ്പൊന്നും പറഞ്ഞ് ഞങ്ങൾ നിർത്തി പോന്നതാണേ. പിന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞങ്ങളും ഞാൻ കുറച്ച് കൊണ്ടുപോകും, ഉമ്മ കുറച്ച് ഉപയോഗിക്കും, പിന്നെ താത്തക്കുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് 3 ഫാമിലിക്ക് ഉള്ളത് ആയിട്ടുണ്ട് കേട്ടോ. അത്ര മതി, ഇനി കൂടുതലായാൽ ഭയങ്കര മോശമാവും. പറിച്ചെടുത്താൽ മാത്രം പോരാ, ഇനി ഇങ്ങനെയുണ്ട് കുറച്ച് പണികൾ എന്നാണ് പറഞ്ഞ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുരുമുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കഴുകിയിട്ടൊക്കെ ഉപയോഗിച്ചു കേട്ടോ. നമ്മൾ കാലുകൊണ്ടൊക്കെ ചവിട്ടിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്.
ഇതിനാണ് ഗൈസ് എല്ല് മുറിയെ പണിയെടുത്ത പല്ല് മുറിയെ തിന്നാന്ന് പറയുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് രാത്രി ഫുഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ. അത് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞങ്ങളിന്ന് ഒരു വീടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് കുറച്ച് അൽഫാം, കുറച്ച് പൊറോട്ട, അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ചിട്ടോ, കുറച്ചേ കഴിച്ചുള്ളേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. കുറേ എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്നാൽ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബായ്.